ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ 2026 കടന്നിരിക്കുകയാണ്. പക്ഷേ 2025 ഡിസംബറിൽ ടോട്ടൽ വണ്ടികളുടെ സെയിൽ നമ്മളിതുവരെ നോക്കിയിട്ടില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ ഏത് കമ്പനിയാണ് 2025 ഡിസംബറിൽ വണ്ടികൾ വിറ്റതെന്നാണ്. ആൻഡ് ഇതിൽ നമ്മുടെ 14th പൊസിഷനിൽ നിൽക്കുന്ന എപ്പോഴും ഉള്ളതുപോലെ തന്നെ ജീപ്പാണ്. കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ഡിസംബർ 2025 കാര്യമാണ്. 292 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുള്ളൂ. നവംബർ 2025 നമ്മൾ മന്ത് ഓൺ മന്തിലാണ് കമ്പയർ ചെയ്യുന്നത്. സോ നവംബർ മാസത്തിൽ 253 വാഹനങ്ങളുടെ സെയിലായിരുന്നതിന് കിട്ടിയിരുന്ന 39 വണ്ടികളുടെ വ്യത്യാസവും 15.42% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വലിയ കാര്യമൊന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇപ്പോൾ ഈ ലിസ്റ്റിൽ ടെക്നിക്കലി രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്ന ജീപ്പിനാണ്. പക്ഷെ അത് ഇത്രയും ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ്. അല്ലാതെ ഇങ്ങനെ ഭയങ്കര വലിയ ഗ്രോത്ത് ഇപ്പോൾ സെയിൽസ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണല്ലോ, 14th പൊസിഷനിലുമാണ്. പക്ഷെ വേറൊരു രീതിയിൽ നമ്മുടെ സ്റ്റെല്ലാനിസ് ഗ്രൂപ്പിനുണ്ടല്ലോ വരുന്ന സിട്രോയിൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട്. ഡിസംബർ മാസത്തിൽ 1190 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. നവംബർ മാസത്തിൽ 1224 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. പറഞ്ഞു വരുമ്പോൾ ഒരിത്തിരി സെയിൽ കുറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ആകെ 34 വണ്ടികളുടെ വ്യത്യാസവും 2.78% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും കുറവ് പെർസെൻറ്റേജ് ഡീഗ്രോത്ത് വന്നിരിക്കുന്ന സിട്രോയിൻ തന്നെയാണ്. ആൻഡ് ഈ ഒരു 2% അടുത്ത് ഡീഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതങ്ങനെ വലിയ ഇതായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി രണ്ടാമത്തെ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് എന്നാണ് സിട്രോയിൻ. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഓക്കെയാണ് സെയിൽസ്. ഇനിയും പതുക്കെ പിടിച്ച് കയറുമെന്ന് വിചാരിക്കാം. എക്സ് മോഡൽസ് നന്നായിട്ട് വർക്കായിട്ടുണ്ട് സിട്രോയിൻ്റെ. ഇനി നമ്മുടെ അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാനാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1902 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. നവംബറിൽ 1908 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. സെട്രോനെ സെക്കൻഡ് പൊസിഷനിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് ആക്കാനുള്ള കാരണം നിസാനാണ്. കാരണം വെറും 6 വണ്ടികളുടെ വ്യത്യാസവും 0.31% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. അങ്ങനെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന നിസാനാണ്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഡീഗ്രോത്ത് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം 6 വണ്ടികളുടെ വ്യത്യാസം ഒരു വ്യത്യാസമല്ല. അതും അധികം സെയിലില്ല, 2000-ന് സെയിലുള്ളൂ. അതിൽ തന്നെ 6 വണ്ടികളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഇവർക്ക് ഇനിയിപ്പോൾ പുതിയ വണ്ടികളൊക്കെ വരാനുമുണ്ട്. ഇവർക്ക് മാത്രമല്ല, റെനോ ആണ് ആദ്യം ഇറക്കാൻ പോകുന്നത്, നമ്മുടെ ഡസ്റ്റർ. അത് കഴിഞ്ഞ് പിന്നെ നിസാൻ്റെ ടെക്ട്രോൺ ഫെബ്രുവരിയിൽ വരും. ഫെബ്രുവരി 4 എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റിവീൽ ഡേറ്റ് വന്നിരിക്കുന്നത്. എനിവേ നമ്മുടെ ഇനി അടുത്ത കമ്പനിയും റെനോ തന്നെയാണ്. 3845 വാഹനങ്ങൾ സെയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. നവംബർ മാസത്തിൽ 3662 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 183 വാഹനങ്ങളുടെ വ്യത്യാസവും 5% ഗ്രോത്തുമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. സോ നമ്മൾ റെനോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിസാൻ പോലെയല്ല, കുറച്ച് ഗ്രോത്ത് ഉണ്ട്. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണോ എന്ന് ചോദിച്ചാലല്ല, വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ പതുക്കെ ഡസ്റ്ററൊക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഇവരുടെ സെയിൽ പിടിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. ഡസ്റ്ററിന് തന്നെ 7 സീറ്റർ വേർഷനും കുറച്ച് കഴിയുമ്പോൾ വരും. ഇനി അടുത്ത കമ്പനി നമ്മുടെ ഫോക്സ്വാഗനാണ് 10th പൊസിഷനിൽ. ഇവർക്ക് കഴിഞ്ഞ മാസം 4256 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. നവംബർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 3342 വാഹനങ്ങളുടെ സെയിലേ നവംബറിൽ ഉണ്ടായിരുന്നുള്ളൂ. 914 വാഹനങ്ങളുടെ വ്യത്യാസവും 27.35% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് ബേസിലുള്ള ഗ്രോത്ത് വന്നിരിക്കുന്ന ഫോക്സ്വാഗന് തന്നെയാണ്. ഇവരുടെയും ഇനിയിപ്പോൾ പുതിയ ടൈറോൺ അടുത്ത 1-2 മാസത്തിനുള്ളിൽ വരുന്നുണ്ട്. പിന്നെ സബ്ഫോമീറ്റർ നമ്മുടെ കൈലാക്ക് ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയും വന്നേക്കാം. അതിൻ്റെ കൺഫർമേഷൻ ഒന്നും ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് വരുന്നതെന്നുള്ളതൊന്നും. പക്ഷേ ഈ വർഷത്തേക്ക് എക്സ്പെക്റ്റഡ് ആണ്. ഇനി അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ 9th പൊസിഷൻ സ്കോഡയാണ്. കൈലാക്ക് തന്നെയാണ് മെയിൻ റീസൺ. 5567 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. നവംബർ മാസത്തിൽ 5491 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 76 വാഹനങ്ങളുടെ വ്യത്യാസവും 1.38% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ടെക്നിക്കലി നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി സ്കോഡയാണ്. പക്ഷേ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണ് എന്നും വേണമെങ്കിൽ പറയാം. 5000-ന് മുകളിൽ സെയിൽ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നുമല്ല. സ്കോഡയ്ക്ക് അങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സംഭവമല്ലത്. നമ്മുടെ കൈലാക്കിൻ്റെ വരവിന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും സെയിൽ ഇവർക്ക് വരാൻ തുടങ്ങി. കുഷാക്കൻ സ്ലാവിയൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന വണ്ടികളാണെന്നുള്ളൂ. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 5807 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. നവംബർ മാസത്തിൽ 5204 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 603 വാഹനങ്ങളുടെ വ്യത്യാസവും 11.59% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അഗൈൻ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റാണ്. ഭയങ്കര കൂടുതലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഹോണ്ട ഇന്ത്യയിൽ ഇപ്പോൾ കുറേയൊക്കെ വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2027 അവരുടെ പുതിയ വണ്ടികളൊക്കെ പറയുന്നത്. അതിന് മുന്നേ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഈ ഉള്ള വണ്ടികളൊക്കെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ നോക്കിയാലും സെയിൽസ് വളരെ കുറവാണെന്ന് ഉള്ളതാണ് മറ്റൊരു കാര്യം. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന MG ആണ്. അങ്ങനെ MG ഒക്കെ നമ്മുടെ ഹോണ്ട ഓവർടേക്ക് എന്നിട്ട് കുറച്ച് കാലമായി.
കൂടുതലായി. കഴിഞ്ഞ മാസം 6500 വാഹനങ്ങൾ സെയിലാണ് അവർക്ക് കിട്ടിയത്. നവംബർ മാസത്തിൽ 5754 വാഹനങ്ങൾ സെയിലായിരുന്നു വന്നത്. അതായത് 746 വാഹനങ്ങളുടെ വ്യത്യാസവും 12.96% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. MG ഇന്ത്യയിൽ തുടരെ ഇഷ്ടംപോലെ വണ്ടികൾ ഇറക്കുന്നുണ്ട്. ആൻഡ് എല്ലാം കൂടുതലവരിപ്പോൾ ഇലക്ട്രിക്കലാണ് ഫോക്കസ് ചെയ്യുന്നത്. അത്യാവശ്യം ഹിറ്റ് ആവുന്നുണ്ട് വണ്ടികൾ. വിൻസർ EV തന്നെയാണ് ഇപ്പോഴും മേജർ റണ്ണവേ സക്സസ്. കാരണം മിക്ക മാസങ്ങളിലും 3500 മുകളിൽ സെയിൽ കിട്ടുന്ന ഒരേ ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വിൻസർ EV തന്നെയാണ്. ബാക്കി എല്ലാ വണ്ടികൾക്കും ഏകദേശം ഒരു 2500 3000 ഉള്ളൂ. ബാക്കി വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് മറ്റ് കമ്പനികളുടെ ഇലക്ട്രിക് വണ്ടികളെ പറ്റിയാണ്. എനിവേ, നമ്മുടെ ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കിയ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 18,659 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. വർഷാവസാനം ആയപ്പോഴേക്കും കിയ പതുക്കെ പ്രൊഡക്ഷൻ കുറച്ചാണെന്ന് തോന്നുന്നു. പിന്നെ 26 സ്റ്റാർട്ടിങ്ങിൽ തന്നെ പുതിയ സെൽട്ടോസിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അവർ കഴിഞ്ഞ മാസം അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ. അതുകൊണ്ടാണ് ഈ ഒരു സെയിൽസ് വന്നിരിക്കുന്നത്. ഏതായാലും നവംബർ 2025 25,489 വണ്ടികൾ സെയിലായിരുന്നു വന്ന് 6,830 വാഹനങ്ങളുടെ വ്യത്യാസം 26.8% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് ബേസിൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന കേക്ക് തന്നെയാണ് എന്നുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനിയിപ്പോൾ ജാനുവരിയിൽ സെയിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷൻ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം സെയിൽ കൂടി. ഇയർ എൻഡ് ആയിട്ടും 34,159 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ടൊയോട്ടയ്ക്ക് കിട്ടിയത്. 30,085 വാഹനങ്ങളുടെ സെയിലായിരുന്നു നവംബറിൽ അവർക്ക് കിട്ടിയിരുന്നത്. അതായത് വ്യത്യാസം വന്നിരിക്കുന്ന 4,074 വാഹനങ്ങളുടെ ഗ്രോത്ത് പെർസെൻറ്റേജ് 13.54% ആണ്. ഒന്നും പറയാനില്ല, ടൊയോട്ടയാണ്. പിന്നെ ഇവരുടെ അങ്ങനെ വണ്ടികൾക്ക് ഡിമാൻഡ് കുറയുന്ന പരിപാടി അങ്ങനത്തെ സംഭവമൊന്നുമില്ലല്ലോ. നമ്മുടെ 4th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി ഇനി ഹ്യുണ്ടായി ആണ് വരുന്നത്. ഇവർക്ക് കഴിഞ്ഞ മാസം 42,416 വാഹനങ്ങളുടെ സെയിലുള്ളൂ. ഇയർ എൻഡ് ആയതിൻ്റെ നല്ല വ്യത്യാസം കാണാനുണ്ട്. പൊതുവെ എപ്പോഴും 50,000 ഇടയിൽ നിൽക്കുന്ന ഹ്യുണ്ടായി ആണ്. നവംബർ മാസത്തിലും 50,340 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നു. 7,924 വാഹനങ്ങളുടെ വ്യത്യാസവും 15.74% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനിയും കൂടിയാണ് ഹ്യുണ്ടായി. ഇനി അടുത്ത നമ്മുടെ 2 ഇന്ത്യൻ കമ്പനികളുടെ ഫൈറ്റാണ്. 3rd പൊസിഷനിൽ നിൽക്കുന്ന ഇപ്രാവശ്യം ടാറ്റ ആണ്. ചില സമയത്ത് മഹീന്ദ്ര വരാറുണ്ട്, മിക്ക സമയത്ത് മഹീന്ദ്രയാണ് വരാറ്. പക്ഷേ ഇപ്രാവശ്യം ഏതായാലും 3rd ടാറ്റ വന്നിട്ടുണ്ട്. 50,046 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം ടാറ്റയ്ക്ക് കിട്ടിയത്. നവംബർ മാസത്തിൽ 57,436 വണ്ടികളുടെ സെയിലായിരുന്നു ടാറ്റയ്ക്ക് കിട്ടിയിരുന്നത്. അതായത് 7,390 വാഹനങ്ങളുടെ വ്യത്യാസവും 12.87% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടിയും ടാറ്റ കമ്പനിയും ടാറ്റ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ മഹീന്ദ്രയിനെ അടുത്ത് വരുന്നത്. ഇവർക്ക് കഴിഞ്ഞ മാസം 50,946 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് 900 വണ്ടികളുടെ വ്യത്യാസമാണ് രണ്ട് കമ്പനികളും തമ്മിൽ വന്നിരിക്കുന്നത്. നവംബറിൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ 56,336 വാഹനങ്ങളുടെ സെയിലായിരുന്നു മഹീന്ദ്രയ്ക്ക് കിട്ടിയത്. അതായത് ടാറ്റയ്ക്ക് കിട്ടിയതിലും കറക്റ്റ് 1,200 വണ്ടികൾ കുറവ്. അങ്ങനെ നവംബർ മാസത്തിൽ 2nd പൊസിഷനിൽ ടാറ്റ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ മാസം അതായത് ഡിസംബറിൽ ഏതായാലും അത് മഹീന്ദ്ര ആയിട്ടുണ്ട്. മഹീന്ദ്രയുടെ മന്ത് ഓൺ മന്ത് സെയിൽസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5,390 വാഹനങ്ങളുടെ വ്യത്യാസവും 9.57% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ടാറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീഗ്രോത്തിൻ്റെ കാര്യത്തിൽ മഹീന്ദ്ര കുറവാണ്. ഇനി നമ്മുടെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം, മാരുതി സുസുക്കിയാണ്. 1,78,646 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. നവംബറിൽ 1,70,971 വണ്ടികളുടെ സെയിലും വന്നിട്ടുണ്ട്. 7,675 വാഹനങ്ങളുടെ വ്യത്യാസവും 4.49% ഗ്രോത്ത്. ഇത്രയും ഹൈ വോളിയം സെയിൽസ് ആയിട്ടും ഇവരുടെ കഴിഞ്ഞ മാസത്തെ സെയിൽ ഓർ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുമില്ല, സെയിലും കുറഞ്ഞിട്ടില്ല. ഇവർക്ക് ഓവറോൾ ഗ്രോത്ത് പെർസെൻറ്റേജും വന്നിട്ടുണ്ട്. സോ അതാണ് മാരുതിയുടെ കാര്യം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതാണ് ഗൈസ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനികളുടെ വീഡിയോ. ഇതോടുകൂടി നമ്മുടെ 2026 കമ്പനികളുടെ മാക്സിമം സെയിൽസിൻ്റെ ആ ഒരു സംഭവം കൂടെ കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം ഇതിനെപ്പറ്റി താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മാർത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഞങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.